ദോശ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നോ പഞ്ഞിക്കെട്ട് പോലെ ഇരുന്ന്. ഞങ്ങൾ സാധാരണ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ദോശ ഉണ്ടാക്കുന്നത്, ദോശ മാവ് ഒന്ന് കലക്കി ഒഴിച്ച് നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്ക് ചട്ടുകം കൊണ്ട് ഇളക്കിയിട്ട് അപ്പുറ സൈഡ് മറിച്ചിട്ട് രണ്ട് സൈഡ് ഒരേപോലെ മുരിച്ചെടുക്കും. അതിപ്പോൾ ഞാനാണെങ്കിൽ നെയ്റോസ്റ്റ് ഉണ്ടാക്കിയാലും മസാല ദോശ ഉണ്ടാക്കിയാലും എല്ലാം ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. ഒരു സൈഡ് മാത്രം വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഏതൊക്കെയോ വീഡിയോസിൽ ഇങ്ങനെ കണ്ടു മറന്ന ഓർമ്മയുണ്ടായിരുന്നേ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മാവ് കലക്കി ഇങ്ങനെ ദോശയ്ക്ക് ഒഴിച്ചിട്ട് അതിനൊന്ന് പരത്തിയതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമ്മൾ അപ്പത്തിനൊക്കെ അടച്ചു വയ്ക്കുമല്ലോ, അതേപോലെ അങ്ങ് അടച്ചു വെച്ചിട്ട് എടുത്തപ്പോഴെൻ്റെ പൊന്നോ, അപ്പം പോലെ ദോശ കിട്ടിയെന്ന് പറയാം. അത്രയ്ക്ക് സോഫ്റ്റായിരുന്നു. നടുക്കെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നല്ല പഞ്ഞി പോലെ ഇരുന്ന ദോശ. എന്തു പറയാനായിട്ട്, ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യണതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ ഒരു മുട്ട ബുൾസയും അതുപോലെ ഒരു കട്ടൻ ചായയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കൂട്ടായിട്ട് ചമ്മന്തിക്കറിയുണ്ട്, മുളക് കറിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ദോശ ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.